ഇന്ന് ഞാൻ ഒരു മുട്ട വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ 5 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മുട്ടയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഒരു മുട്ട മതിയാവും, ഞാൻ കുറച്ച് മാത്രമാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ 2-3 മുട്ടയൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ 1 ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ ഒക്കെ എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ 1 ഗ്ലാസ് മതിയാവും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ആദ്യം ഒന്ന് അടിച്ച് നോക്കുക. എന്നിട്ടൊരു ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. പക്ഷേ ഇത് വെള്ളം കൂടി പോകുന്നതൊന്ന് ശ്രദ്ധിക്കണം. വെള്ളം അധികമായിപ്പോയാൽ നേർത്ത് പോയാൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയല്ലോ കേട്ടോ. ഇതുപോലെ കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് പാകമാണ്, കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അധികം കട്ടി കുറഞ്ഞും പോകണ്ട, കട്ടി കൂടിയും പോകണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു നേർപ്പ് മതിയാവും. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ആദ്യം ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. നമ്മളെ പശു നെയ്യില്ല, അതൊന്ന് തടവി കൊടുക്കുക. ഇനി ചൂടായതിന് ശേഷം ഒരു കോരി ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നേർങ്ങനെ ചുറ്റിച്ച് എടുക്കുക. നല്ലോണം നേർത്ത് കിട്ടും കേട്ടോ ഇതേപോലെ ആക്കി കൊടുത്താൽ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് നെയ്യ് ഇതിൻ്റെ മേലാക്കി കൊടുക്കാം. ഇതിൻ്റെ മേലെ ഭാഗം നല്ലോണം നാറിയാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ബാക്കിയും കൂടി ഒഴിച്ച് കൊടുക്കുക, കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ രണ്ടാമതും ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുക കേട്ടോ. ഓരോ ദോശയും ചുട്ടെടുക്കുക. മുഴുവൻ ദോശയും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പമാണ്. നമുക്ക് രാവിലെ തന്നെ ഏത് കറിൻ്റെപ്പരായാലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പത്തിരി. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക, എളുപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിൻ്റെപ്പരായാലും അതുപോലെ തന്നെ ഏത് കറിൻ്റെപ്പരായാലും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നെയ്യൊക്കെ ചേർത്തതിന് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, ഇത് താള് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറന്നു വെറുതെ. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ പിടിച്ച് നോക്കുന്ന നേരം തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം സോഫ്റ്റാണെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത പുതിയ വീഡിയോ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.